ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല? ഞാനെന്താ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കിടിലൻ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ പായസം ഏത് പായസം എന്ന് വെച്ചാൽ നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല വെയിലായിട്ട് പണികളും നേരത്തെ തീർത്തിട്ടുണ്ട്. നമ്മൾ ആവണിക്കൂടി ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ആൾ നേരത്തെ വീച്ചിട്ടുണ്ട്. നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നേരത്തെ വെയിലൊക്കെ കായാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പായിരുന്നു ഒരു ദിവസം. അപ്പോൾ പെട്ടെന്ന് ഒരു വെയിലേക്ക് പോകണം. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കണം. സോറി, പാൽപ്പായസം സേമിയ പായസം. എന്നാലും നല്ല ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും അതേപോലെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാന്താരി എത്തിയിട്ടുള്ളൂ. ഞാൻ വീഡിയോ ഓണാക്കി ആ ഒരു സൗണ്ട്, ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കേട്ട് ആളുടെ ഓടി വന്നിരിക്കുവാണ്. അപ്പാപ്പ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. പറയാൻ സമയമില്ലേ? ഹലോ പറ, ഒരു ഹായ് കൊടുക്കുന്ന. ഹായ് കൊടുക്കും. 2 മാലയൊക്കെ ആയിട്ട് ഇട്ടിട്ടുള്ളത്. സൂപ്പറാണോ? സൂപ്പറാണോ? ഇടയ്ക്കൊരു ഹരം കയറി കഴിഞ്ഞുള്ള മാലകൾ ഫുള്ളൊക്കെ എടുത്തിട്ടോ. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമുക്കിത് ഒരുമിച്ച് പായസം ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം അല്ലേ? അപ്പൊ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിതാ ഞാൻ ഈ ഒരു ചട്ടി ഒന്ന് അടുത്ത് വെക്കട്ടെ. ഒതുങ്ങിക്ക് അതിന് സാധനം ഇറക്കും ഇപ്പോ. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയതാ തോരൻ വെച്ചതൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് തോരയാണ്. അപ്പോൾ അയ്യോ, നമ്മൾ ബീട്രൂട്ട് പായസം ഉണ്ടാക്കുന്നതാണ് തോന്നുന്നത്. ബീട്രൂട്ട് തോരനൊക്കെ ഇവിടെ പായസം ഉണ്ടാക്കൽ അത്ര പൊട്ടിക്കട്ടെ. അപ്പൊ സേമിയ പായസമൊക്കെ വെക്കാൻ അറിയുന്ന കൂട്ടുകാർ ആയിരിക്കും. അപ്പൊ ഇതിപ്പോ ഞങ്ങൾക്ക് അറിയണതാണോ എന്ന് വിചാരിക്കും. എന്നാലും ഞങ്ങൾ കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു രീതി നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ആവണിക്കുട്ടി അത് പൊട്ടിച്ചതിലിട്. കത്തിയല്ല, പിന്നെ കത്തി വിടില്ല കേട്ടോ. കത്തി വിടാതെ പിടിക്കുക. വെയിലൊക്കെ കാഞ്ഞപ്പോ ഞാൻ കുറേ നേരം വെയിലായതുകൊണ്ട് കുറേ നേരം വെയിൽ കായാൻ പോയിരിക്കും കേട്ടോ. ആള് വെയിൽ വന്നപ്പോൾ ആൾത്തന്നെ ഭയങ്കര ഒരു സന്തോഷമായി. നല്ല വെയിലായതുകൊണ്ട് രാവിലെ തുണികളെല്ലാം നമ്മൾ അലക്കി എല്ലാം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മാതിരി വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അത്രയും നല്ല പെട്ടെന്നാണ് തുണികളൊക്കെ ഉണങ്ങിയത്. അത്രയും നല്ല ശക്തിക്കാണ് വെയിലൊക്കെ ചെയ്തിരിക്കുന്നത്. പൊട്ടിക്കാം, കുറച്ചായിട്ട് പൊട്ടിക്കാം. പൊട്ടിക്കോ? ഇഷ്ടാണോ? പായസം ഇഷ്ടാണോ? ആ പൊട്ടിക്ക്. സേമിയ ആയതുകൊണ്ട് നമ്മള് ശ്രദ്ധിച്ച് പൊട്ടിച്ചില്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒരു വഴിക്ക് ചാടിപ്പോവും. എന്റെ കുരുപ്പിയും കൂടി ഉള്ളതുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ ഇതിന്റെ പുറത്തൊക്കെ കയറ്റുന്നത്, ഈ പാചകത്തിന്റെ പുറത്തൊക്കെ വാവേനെ വെച്ച് കുക്ക് ചെയ്ത് ശ്രദ്ധിക്കണം ചേച്ചി പറഞ്ഞ ഒരു കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ്. എന്തായാലും നിങ്ങൾ സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വെള്ളമായാലും തീയാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അവളെ ഇവിടെ നിർത്താറുള്ളത്. ഞാൻ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഗ്യാസിന്റെ ആണെങ്കിൽ കുറ്റിയൊക്കെ ആണെങ്കിൽ പുറത്താട്ടെ വെച്ചില്ല. അപ്പൊ ആള് വന്നതുകൊണ്ട്, അതായത് ആണിക്കുട്ടി ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ കുറ്റിയൊക്കെ ആയാലും പുറത്തേക്കൊക്കെ മാറ്റുന്നത്. കുറച്ചുകൂടി സേഫ് ആണല്ലോ. കുറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചർ തന്നെയാണല്ലോ. എന്തോ അത് അമ്മ തീ കത്തിച്ചിട്ടില്ല. ഇത്രയും എടുത്തിട്ടല്ലേ. പിന്നെ കുറച്ചാട്ടൊന്നും ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടില്ല. അപ്പം എന്തായാലും കുറച്ചുകൂടി ഒന്ന് എടുക്കട്ടെ. നമുക്ക് വേണ്ട ഒരു അളവിന് കുറച്ച് ഇത് ഫുള്ള് ഞാൻ എടുക്കുന്ന കേട്ടോ. കുറച്ച് മതിയുണ്ട് നമുക്ക്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ചെടുക്കുക. അത് ആണിക്കുട്ടി ഇപ്പോഴേ ഇതായിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ട്. പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണ്ടേ. എന്നാലും ഞങ്ങളിനി ഇത് ഫുള്ളൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. പൊട്ടിച്ച് ചെറുതാക്കിയിട്ട് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാ കൂട്ടുകാരുടെയും നാട്ടിൽ മഴ കുറഞ്ഞ എന്താണ് അവസ്ഥ ഇപ്പോൾ? നമുക്ക് എന്തായാലും നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം മുന്നേ വരെ നല്ല കോടയിട്ടാണ്. ഇപ്പൊ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ നമുക്കായാലും നല്ലൊരു ഇത്രയും ദിവസം ഒരു നല്ല തണുപ്പും അതേപോലെ തന്നെ മഴയൊക്കെ ആയിട്ട് പെട്ടെന്ന് വെയിലിട്ട് ആർക്കാണ് നല്ല ഹാപ്പി ആയിരിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ടൊരു പ്രശ്നം എന്ന് പറയുക, ഒരു മഴക്കാലം ആകുമ്പോൾ നമുക്ക് തുണികളൊക്കെ കുറേ കരിമനടിച്ച് പോകുന്നതും അതേപോലെ തന്നെ ഉണങ്ങി കിട്ടാത്ത പ്രശ്നം വളരെ കൂടുതലാണ്. നമ്മുടെ കുഞ്ഞാവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തുണികൾ അവളുടെ തന്നെ ഉണ്ടാവും ഉണക്കി എടുക്കാനൊക്കെ.
അത് ഈ ഒരു ടൈമിലേക്ക് നമ്മൾ നല്ല ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമുക്ക് ചീത്തയായി പോകും. അപ്പോൾ നേരത്തെ കോടയെ മാത്രം ഉണ്ടെങ്കിൽ തന്നെ കോടയ്ക്ക് നല്ല ഈർപ്പാണ്. അപ്പോൾ നമ്മൾ ഉണക്കാൻ ഇട്ട തുണിയാണെങ്കിലും എല്ലാവരുടെയും കൂടി ആണെങ്കിലും പെട്ടെന്ന് എല്ലാം ഉണങ്ങിന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്ന് നമുക്ക് എല്ലാ തുണികളും ഇന്നലെയും വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് വീണ്ടും നന്നായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. കുറച്ചേരം വെയിൽ കൊള്ളുമ്പോഴത്തേനും നമ്മൾ ആകെ തളർന്നു കൂടാം. അത്രയും നല്ല ചൂടാണ് വെയിലിന്. ഓ ഇത് എന്തുണ്ടാക്കണേ? പായസം. അപ്പാപ്പ ഉണ്ടാക്കുവാണോ? പായസം എന്ന് പറ. പായസം. കാക്ക എന്ന് പറ. കാക്ക എന്ന് പറഞ്ഞു കൊടുക്ക്. കാക്ക പറഞ്ഞു കൊടുക്ക്. പിന്നെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടിട്ടോ. അപ്പൊ എത്ര ദിവസമായി മുടി വെട്ടിയിട്ട്? 3 ദിവസമായിട്ട് ഞങ്ങൾ മുടിയൊക്കെ വെട്ടിയിട്ട്. നല്ല തണുപ്പും നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല. നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ പിന്നെ തലയൊക്കെ കുളിച്ചാലും മുടിയൊക്കെ ഉണങ്ങാണെങ്കിൽ ഇപ്പോൾ ആൾക്ക് കുറച്ച് ഉള്ളൊക്കെ ഉണ്ട്. അപ്പം എന്നാലും മുടിയൊക്കെ നന്നായിട്ട് കുറ്റിയായിട്ടാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ മുടിയല്ലേ പെട്ടെന്ന് വളർന്നോളാം. അപ്പോൾ ഈ തണുപ്പിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് ഇപ്പോൾ മുടി വെട്ടിയതിന് ശേഷം നല്ല വെയിലും വന്നിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ, ഞങ്ങൾക്ക് പെട്ടെന്ന് മുടി വരും. പിന്നെ ഞങ്ങളത് ഫുള്ളായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കാണാൻ കാര്യം പച്ചയ്ക്ക് തിരിഞ്ഞ് തവളേൻ്റെ എടുക്കും. പൊട്ടിച്ചിട്ട് കാണാൻ പറഞ്ഞതാണോ ചാറ്റ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടോ അവരെ? ബൈ. ഈ ഒരു പൊട്ടിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ചട്ടി ഞാനിപ്പോൾ കഴുകി വെച്ചാൽ അപ്പോൾ അതിൽ കുറച്ച് വെള്ളാംശമൊക്കെ ഉണ്ട്. ആ ഒരു നനവൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ഫ്ലെയിമൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊക്കോളും. പക്ഷെ ഞാനിത് പൊട്ടിക്കുന്നതുകൊണ്ടേ ആൺകുട്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓണാക്കാത്തത്. അത് വേണ്ട, പാത്രം കഴുകാൻ പോവാം. എന്തൊക്കെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആൺകുട്ടി? അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 3/4 ഭാഗത്തോളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും മതി നമുക്ക്. പാത്രം അമ്മ ഓൾറെഡി അത് കഴുകി വെച്ചത്. ഇനി അത് കഴുകുവാണോ? വൃത്തിയായില്ലേ? ഇനി കഴുകുവാണോ എടുത്ത്? ശരി കഴുക. ഉമ്പു അമ്മ താഴെ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് കുത്തിവിട്ടിരിക്കുകയാണോ? നമ്മളിതാ സേമിയത്തിന്റെ ആ ഒരു സംഭവം നന്നായിട്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പായസം വെക്കാനുള്ള ഒരു ചട്ടിയൊക്കെ വന്നത് ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മുടെ സേമിയ ഒന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഒരുപാട് ഇട്ട് കരിച്ചൊന്നും കളയണ്ട. അപ്പോൾ ആ ഒരു കഴുകത്തി ഒന്ന് കുറച്ച് നോക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഈ പച്ചമേലത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതല്ലാന്നുണ്ടെങ്കിലേ ചിലപ്പോൾ നടക്കില്ല കേട്ടോ. അപ്പോൾ അവളെ പറഞ്ഞു വിട്ടിട്ടുള്ള ആ ഒരു സമയത്തിന് നല്ല നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരുപാട് ഇട്ടിട്ട് ചെയ്യണ്ട കേട്ടോ. ഒന്ന് റോസ്റ്റ് ആയിട്ട് ഒരു കളർ ചേഞ്ച് വരാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് കുറയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു ലെവലിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. സേമിയ ആവട്ടെ. അപ്പൊ ഞാനിതാ പാക്കറ്റ് പാലാണ് ഇപ്പൊ നമ്മൾ പായസം വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പൊ 2 പാക്കറ്റ് പാലുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഈ ഒരു പാക്കറ്റ് പാല് നമുക്കൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കാം. അതേപോലെ തന്നെ വേറെ അടുപ്പിൽ ഞാൻ കുറച്ച് ചൊവ്വരിയാണ്. നമ്മൾ കുറച്ച് പായസമാണല്ലോ വെക്കുന്നത്. അപ്പൊ അതിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചൊവ്വരി നമുക്ക് ഒന്നില്ലെങ്കിൽ കുറച്ച് നേരം തിളപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ഉണ്ടാവും, തിളച്ച വെള്ളം ഉണ്ടാവും. അപ്പൊ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു നന്നായിരുന്ന കുതിരും കേട്ടോ. നമ്മുടെ ഒരു ചൊവ്വരി തന്നെ എല്ലാവരും പറയാം. അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുതിർന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു പായസത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ആയിക്കോളും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും അപ്പോൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത്. എന്നിട്ടൊന്നും ആയില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം കേട്ടോ. ചോറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ടേ. എന്തായാലും കുറച്ച് വെള്ളം എടുക്കട്ടെ. നമ്മുടെ ജവരി ഇടാൻ വേണ്ടിയിട്ട് എന്താണ് ജവരി ഒന്ന് കുതിർത്താൻ വേണ്ടി ഇട്ട് കൊടുക്കാം. തവി ഒന്ന് മാറ്റി അതുപോലെ പരന്ന് തവി നമുക്ക് ഈ സേമിയൊക്കെ വറക്കുന്ന തവിയിൽ കുറച്ചുകൂടി എടുപ്പാട്ടോ. കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് തീയൊക്കെ ഞാനിപ്പോൾ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അടുപ്പിലാണ് ഞാൻ നമ്മുടെ ജൗവരി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴത്തേനും
നമ്മുടെ ചെവരി സെറ്റ് ആയിക്കോളും. സേമിയ വറുത്തത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് എന്താ ഇതിലേക്ക് കുറച്ച് പാലാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. ഈ ഒരു ലെവലിലാണ് ഒട്ടും കരിഞ്ഞു പോയിട്ടുമില്ല. അവർ കറക്റ്റ് ഒന്ന് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ലെവലിൽ നമ്മൾ കാണിച്ചിട്ടില്ല. എന്നാൽ തന്നെ പെട്ടെന്ന് എല്ലാം പാടെ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത് പാലാണ്. അപ്പോൾ ഇത്രയും പാല് നമ്മൾ ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് പാലൊഴിച്ചിട്ട് സേമിയ ഒന്ന് കുക്കാക്കി എടുക്കാം. കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീരെ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടില്ല കേട്ടോ. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. പാല് തിളയ്ക്കാൻ തുടങ്ങുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഒന്ന് ചേർക്കാം. എന്തായാലും ഒന്ന് തിളക്കട്ടെ. പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സേമിയും പാലൊക്കെ നമ്മൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതാ കുറച്ച് തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമായതുകൊണ്ട് ഇതാ വീണ്ടും നന്നായിട്ട് വെട്ടി തിളയ്ക്കും കേട്ടോ. കുറച്ച് നേരം ഒന്ന് നമ്മാടെ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ സേമിയ ഒന്ന് കുക്കാവും. ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ബാക്കി ഉള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പൂച്ച ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ അടുക്കളയിൽ നിന്ന് മാറാതെതാ മ്യാവുന്നതാ കരഞ്ഞും കൊണ്ട് നടക്കുന്നുണ്ടേ. ഇത് ഈ ഒരു ടൈമിൽ ഞാൻ അടുത്തടുത്ത മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പം എന്തായാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഇട്ട് കൊടുക്കാട്ടോ നോക്കിയതിന് ശേഷം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റി ചേർത്താൽ മതി. വളരെ എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു സേമിയ പായസം എന്ന് പറയുന്നത്. പിന്നെ വലിയ പായസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും സാധാരണ ഭയങ്കര പണിയൊക്കെയാണല്ലോ പായസം ഉണ്ടാക്കാൻ. പക്ഷെ അങ്ങനെയല്ല, സേമിയ പായസം നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ. അതേപോലെ നമ്മളിപ്പോൾ സേമിയ വറുത്തിട്ടുണ്ടോ ആ ഒരു ടൈമിൽ വേണമെന്നുള്ള കൂട്ടുകാർക്കാണെങ്കിൽ നെയ്യ് കുറച്ച് ഇട്ട ശേഷം ഒരു സ്പൂണൊക്കെ നെയ്യ് ഇട്ടിട്ട് അതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ ഇട്ടുന്നില്ല. നമ്മളിനി കാഷ്യൂ നട്ട്സും കിസ്മിസ് ഒക്കെ വറുത്തിടുമല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും നെയ്യിലല്ലേ വറുത്തിടുക. ആ ഒരു ടൈമിൽ നമ്മൾ നെയ്യ് ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് തന്നെ തിളക്കുന്നില്ല. ഒരു പഞ്ചസാര എല്ലാം കൂടി ഇട്ടപ്പോൾ നല്ലൊരു സ്മെല്ല് പായസത്തിൽ വന്നു തുടങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായൊക്കെ പൊടിക്കേണ്ടത്. എന്തായാലും ഏലക്കായ നമുക്ക് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കായ കൂടി ഇടുകയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. നല്ല സ്മെല്ലായിരിക്കും, നല്ല വെയിലും കൂടി ആയിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കുന്നത് നമുക്ക് കുറച്ച് ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണേ. ഈ ഞാനിപ്പോൾ ഇതാ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഫുള്ള് ആവി വന്നിട്ട് ക്യാമറ മൂടി തുടങ്ങിയിട്ടുണ്ടേ. ഒന്നുകൂടി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പാല് സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാട്ടോ. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പായസത്തിലേക്ക് ഇടാനുള്ള ഏലക്കേക്ക് ഇതാ ഒന്ന് ചതച്ചെടുത്തിട്ടാണ്. ഇതിൽ കുറച്ച് നമുക്കിതാ ഈ ഒരു ടൈമിലൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചാട്ടോ ഇപ്പോൾ ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് പായസമൊക്കെ ഇറക്കിയതിന് ശേഷമാണ് ഇടുന്നത്. നമ്മൾ ചെവ്വരിയൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെവ്വരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തതാ. നോക്കി നമ്മൾ എടുത്തതിനേക്കാളും ഇരട്ടി ക്വാണ്ടിറ്റി ആയി മാറിയിട്ടുണ്ട്. അപ്പം വരെ നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു അളവിന് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെവ്വരി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. നോക്കിയിട്ട് നമുക്ക് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം.
ഇത് നമ്മുടെ പായസം ഇപ്പോൾ നന്നായിട്ട് സെറ്റായി തുടങ്ങിയിട്ട് നമ്മൾ ബാലൻസ് കുറച്ച് പാലുകൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ ആ ഒരു കൺസിസ്റ്റൻസി ആ ഒരു ലെവലിൽ നമുക്ക് പാലൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ആ ഒരു ചെറുതിരിയും കൂടി ഒഴിച്ചൊരു ടൈമിൽ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നമ്മുടെ പായസം. ഇപ്പോൾ ആ ഒരു പാലും കൂടി ഒഴിച്ചെടുത്തപ്പോൾ കറക്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽപ്പായസം, സോറി സേമിയ പായസം കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തൊരു പരിപാടി, കുറച്ച് ബാലൻസ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഏലക്ക നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കാഷ്യൂനായിട്ടും കിസ്മിസും കൂടി നമുക്ക് നന്നായിട്ട് നെയ്യിലൊന്ന് വറുത്തിട്ട് മേലെ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ പായസം ഉണ്ടാകും. നല്ല മണമൊക്കെ വരുന്നുണ്ടേ. ഈ ഒരു ലെവലിലാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരുപാട് ടൈറ്റും അല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ല, ആ ഒരു കറക്റ്റ് ലെവലിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കിസ്മിസും കാഷ്യൂനട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി കാഷ്യൂനട്ട്സാണ് ആദ്യം ഇടാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ട് നമ്മുടെ കാഷ്യൂ കിസ്മിസൊക്കെ ഇതാ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നെയ്യോടുകൂടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബാലൻസ് കുറച്ച് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഏലക്ക ചതച്ചതുണ്ടല്ലോ, അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. സേമിയ പായസത്തിൻ്റെ ആ ഒരു ഫൈനൽ മിനിക്കൂണുകളെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാട്ടോ, ഇപ്പം ഇറക്കിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അമ്മയ്ക്കും ആവണിക്കുട്ടിക്കൊക്കെ ഒന്ന് സേമിയ പായസം കൊടുത്തു നോക്കാം, എന്താ അവരുടെ റെസ്പോൺസ് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതേപോലെ തന്നെ ഏട്ടപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, ആൾ ഡ്യൂട്ടിക്ക് പോയിരിക്കാൻ. അപ്പോൾ നല്ല ആൾ വന്നിട്ട് നമുക്ക് ഏട്ടനും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ എന്തായാലും ഓണമൊക്കെ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓണത്തിന് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു സേമിയ പായസം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പായസമാണ്. സിമ്പിളാന്ന് പറയുന്ന ടേസ്റ്റിന് ഒരു കുറവില്ല, നല്ല അടിപൊളി ടേസ്റ്റിന് ഉണ്ട്. അപ്പം നമുക്ക് ആവണിക്കുട്ടിക്ക് അമ്മയ്ക്കൊന്ന് കൊടുത്തു നോക്കട്ടെ. ആവണിക്കുട്ടി ഇതാ പായസം കുടിച്ച് തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ കുറച്ചാട്ടോ ഞാനിപ്പോൾ ആൾക്ക് എടുത്തിട്ടുള്ളൂ, നല്ല ചൂടാണല്ലോ. അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് ആവണി? ആവണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ. ആവണി ഇവിടെ 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 സൂപ്പറാണോ? സൂപ്പറാ? അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് സൂപ്പർ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടേ. എന്നാ കുടിച്ചോട്ടോ, പായസം കുടിച്ചോ. എന്ത് 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 അതാ ഉമ്പയുണ്ട് അവിടെ അല്ലേ? അവനിക്കുട്ടി കൈ വെച്ചിട്ട് ഇതാ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയോട്ട് എടുത്ത് കുടിക്കുന്ന കുടിച്ചോട്ടോ. ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ ആളപ്പോൾ. എന്തായാലും പതുക്കെ പതുക്കെ ഇനി നമ്മുടെ അവനിക്കുട്ടി കുടിക്കട്ടെ. സൂപ്പർ സൂപ്പർ. ആവണിക്കുട്ടി പായസമൊക്കെ കുടിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞ ആളിതാ പോയിട്ടോ കളിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആട്ടോ, അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതല്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എല്ലാ കൂടെ മസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ എന്താ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നത്. ബൈ. ആവണിക്കുട്ടി ടാറ്റയൊക്കെ തരുന്നുണ്ട്. ബൈ കൊടുക്ക്. ബൈ ബൈ ബൈ.